നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇതൊരു 10-15 വർഷം പഴക്കമുള്ള ഒരു ഫ്രിഡ്ജിൻ്റെ ഒരു കണ്ടെയ്നർ സെറ്റാണ്. കണ്ടെയ്നർ വെക്കുന്ന ഒരു പോർഷനാണ്. ഇതിലാണ് നമ്മൾ കൂടുതലും കുപ്പിയും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. ഇതിപ്പം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 2-3 ആളുകൾ ട്രൈ ചെയ്തിട്ട് പറ്റാതെയാണ് നമ്മുടെ അടുത്ത് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഷേപ്പും ഇതിൻ്റെ അഗ്രഭാഗവും ഒക്കെ ഷാർപ്പല്ല, ഒരു വല്ലാത്ത രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ എങ്ങനെ ഒട്ടിച്ചെടുക്കാം എന്ന് നമുക്ക് നോക്കാം. അതിന് നമ്മൾ കുറച്ച് മുട്ടുസൂചി ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ മുട്ടുസൂചി നമ്മൾ 1 ഇഞ്ച് കനത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് മുട്ടുസൂചി കട്ട് ചെയ്തെടുക്കാം. മുട്ടുസൂചിയിൽ നമുക്കിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇതിൻ്റെ എഡ്ജ് ഭാഗം നിലത്തിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ കാലിലൊക്കെ കുത്തിക്കൊള്ളാൻ സാധ്യത ഉള്ളത് കൊണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഒട്ടിക്കാൻ പോവുകയാണ്. നമ്മൾ ഒട്ടിക്കുമ്പോൾ ഇതിൻ്റെ അഗ്രഭാഗം ചേർത്ത് വെച്ചതിന് ശേഷം ഒരു മുട്ടുസൂചി ഇതിൻ്റെ സൈഡിൽ വെച്ചിട്ട് നമ്മൾ അയൺ ഉപയോഗിച്ച് ഉരുക്കിയാണ് ഇതിനെ സെറ്റാക്കുന്നത്. ഒരെണ്ണം ഒട്ടിച്ചു. ഇപ്പം തന്നെ ഉണ്ടോ ജലമായി സാധനം. എഡ്ജി ഭാഗം ഒട്ടിക്കാൻ പോവാണ്. എഡ്ജി ഭാഗം ഒട്ടിക്കാൻ പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. കൈ മുറിഞ്ഞു. അപ്പോൾ കൈയും കായലും കൈയൊന്നും മുറിയാതെ സൂക്ഷിക്കണം. ഇത് ചൂടാണ്. ചൂടായ സാധനവും പൊള്ളാതെ സൂക്ഷിക്കണം. ഇത് ബെൻഡ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പോൾ ബെൻഡ് ചെയ്തപ്പോഴാണ് എൻ്റെ കൈ മുറിഞ്ഞത്. ബെൻഡ് ചെയ്യുമ്പോഴും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ചെറിയ രീതിയിൽ ബെൻഡ് ചെയ്തതിന് ശേഷം, ഇപ്പോൾ മുട്ടുസൂചിയാണ് നല്ല കട്ടിയുള്ള സാധനമാണ്. അത് നമ്മൾ സാധാരണ മുട്ടുസൂചിയല്ല, കട്ടിയുള്ള മുട്ടുസൂചിയാണ് ഈ പന്തൽ പണിക്കാരൊക്കെ ഉപയോഗിക്കുന്നത്. വെച്ചോടനെ കൈ എടുത്തോണം. കാരണം നമ്മളെ ചൂട് ഉള്ളത് കൊണ്ട് കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. നമ്മൾ വെച്ച് കഴിഞ്ഞ ഉടനെ തന്നെ കൈ എടുത്തോണം. ഓക്കെ, അത് കുറച്ചിട്ടുണ്ട്. നമ്മളിതിൻ്റെ പുറകുവശമാണ് ഒട്ടിക്കുന്നത്. കാരണം അകഭാഗം ഒട്ടിക്കുന്നതിനേക്കാളും സൗകര്യം എപ്പോഴും പുറം ഭാഗം തന്നെയായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒട്ടിക്കുമ്പോൾ പുറവശം ഒട്ടിക്കാൻ പറ്റുന്ന ശ്രദ്ധിക്കണം. ഇനി നമ്മളിത് ക്ലീൻ ചെയ്യുകയാണ്. ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് 100-ൻ്റെ പേപ്പറാണ്. 100-ൻ്റെ തരി കൂടിയ പേപ്പർ ഇട്ട് നന്നായിട്ട് സൈഡ് ഉരയ്ക്കുകയാണ്. ഉരച്ച് കഴിയുമ്പോൾ സൈഡിൽ പൊങ്ങി നിൽക്കുന്ന നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ
ഉരുകി കഴിയുമ്പം എന്നായാലും കുറച്ച് പോഷൻ പൊങ്ങി നിൽക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇതിന് ശേഷം നമ്മൾ കറുത്ത പേപ്പറിട്ട്, അതായത് വാട്ടർ പേപ്പർ, തരി കുറഞ്ഞ പേപ്പർ ഇട്ട് ഒന്നുകൂടെ മിനുസപ്പെടുത്തും. അതിന് ശേഷമാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നത്. ഇനി നമ്മൾ അവസാന ഭാഗത്തേക്ക് കിടക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ ഹോളുകൾ അടയാൻ വേണ്ടി നമ്മൾ സിലിക്കോൺ ഇടുകയാണ്. ഇത് സിലിക്കോൺ ക്ലിയർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കളർ കിട്ടും. ക്രിസ്റ്റൽ ക്ലിയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കളറിലോ ഒന്നും വ്യത്യാസമില്ലാത്തത് കൊണ്ട് കാഴ്ചയിലും നല്ല ഭംഗിയായിരിക്കും. ഒപ്പം വെള്ളം ലീക്ക് ചെയ്യാതെ ഇരുന്നോളും. കൂടാതെ ഒന്നും കൂടി ബലമായിരിക്കും. ഈ 1-2 കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സിലിക്കോൺ ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 10-15 മിനിറ്റായി ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതെടുക്കാം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും ഒപ്പം സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പം ഇതുപോലുള്ള പുതിയ ടിപ്സുമായിട്ട് ഇനി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.